ഹായ് ഫ്രണ്ട്സ്, കരോസൽ പോസ്റ്റുകൾ, കരോസൽ ആഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ്. കരോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോസ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് ബാക്കിയുള്ള ഇമേജസ് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള ആഡുകളും പോസ്റ്റുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജുകളും സെറ്റ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഒരു ടെക്സ്റ്റ് ഇട്ടിട്ടാണ് അയക്കാറ്. എന്നാൽ നമുക്ക് ഇതൊരൊറ്റ ഇതിൽ തന്നെ കരോസൽ പോസ്റ്റ് പോലെ സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതും ഓരോന്നിനും സെപ്പറേറ്റ് ബട്ടൺ വെച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ബ്രോഡ്കാസ്റ്റിൽ ടെംപ്ലേറ്റ് മെസ്സേജസിൽ ഇവിടെ ന്യൂ ടെംപ്ലേറ്റ് മെസ്സേജ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ടെംപ്ലേറ്റിന് ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ ഡെമോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഏത് കാറ്റഗറി ആണ് ചൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ അഡ്വർടൈസിങ് ടൈപ്പ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷണൽ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി മാർക്കറ്റിംഗ് ആണ്. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളം ആണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം. ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസും ഇതിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഇവിടെ സെലക്ട് മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് കരോസ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രോ വേർഷനിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഗ്രോത്ത് പ്ലാനിൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാനിവിടെ ഡിയർ എന്നാണ് കൊടുത്തതിന് ശേഷം നമ്മളെ നെയിം, അവരുടെ നെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഡബിൾ കെലിബേഴ്സ് ഇട്ടു. അതിനുശേഷം നെയിം എന്നാണ് കൊടുത്തു. അതിനുശേഷം തോന്നാൻ പറ്റും. അതിനുശേഷം ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു ഡെമോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. ജസ്റ്റ് ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് അത് അതിൻ്റെ ഡെമോ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം 5 ഇമേജ് വരെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഒരു ഐക്കണിൽ, ഈ ഒരു എഡിറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് മീഡിയ എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നുകിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇമേജസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അപ്ലോഡ് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡൗൺലോഡ്സിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഞാനിതൊക്കെ ജസ്റ്റ് ഡെമോ ആയിട്ട് ജസ്റ്റ് ഇമേജസ് കാണിക്കുകയാണ്. അപ്പോൾ ഞാനത് ഓപ്പൺ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് ഇവിടെ സെറ്റായിട്ട് വരുന്നു. പക്ഷേ അത് ലോഡാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ലോഡാവാത്തതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അതുപോലെ തന്നെ നമുക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ആ ഒരു പോസ്റ്റിൽ ഞാൻ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എനിക്ക്. അതിനുശേഷം ഇവിടെ നമുക്ക് ഇതിനും ഇതേപോലെ ബട്ടൺസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇവിടെ https: എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ അടുത്ത ബട്ടൺ ഞാനിവിടെ ജസ്റ്റ് സെറ്റ് ചെയ്യാണ്. ക്വിക്ക് റിപ്ലൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഐ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ബട്ടൺ ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ അടുത്ത കാർഡ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തു. അതിൽ ഇതുപോലെ ഞാൻ അടുത്ത ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. അടുത്ത ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിന് ഞാനൊരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ബട്ടൺ വിസിറ്റ് ലിങ്ക് കൊടുക്കാം. ഓളൻ ആ ഇൻട്രസ്റ്റ് ആണ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് നമുക്കിവിടെ അധികമാണ്. അപ്പം ഞാൻ മാക്സിമം നമുക്ക് 160 ലെറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് അതിന് 160 ലെറ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം അടുത്ത ഇമേജ് വീണ്ടും നമുക്ക് പുതിയൊരു ഇമേജ് സെറ്റ് ചെയ്യാം. 3ാമത്തെ ഇമേജ് ഞാനിവിടെ സെറ്റ് ചെയ്തു. അതിന് ഞാൻ സെയിം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം അല്ല നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒരു കരോസലായിട്ട് ഈ രീതിയിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും ഇപ്പോൾ ഇ കൊമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലിങ്ക് ആക്കി ഓരോ പ്രൊഡക്റ്റിനും ആ ലിങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുമുള്ളൊരു ഇത് കരോസലായിട്ട് ഈ രീതിയിൽ സെപ്പറേറ്റ് നമ്മൾ ഇമേജ് അയക്കുന്ന നേരം ഒരൊറ്റ മെസ്സേജിൽ ഒരൊറ്റ ഇതിൽ ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരോസൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ലാസ്റ്റ് നമുക്കിവിടെ നെയിം എന്നുള്ളിടത്ത് ഇപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പേര് കൊടുക്കണം, രാജു എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് പാബിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു നെയിമിന് എന്തെങ്കിലും ഒരു സാമ്പിൾ കണ്ടന്റ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളത് പെൻഡിങ്ങിൽ അവർ ഹോൾഡ് ചെയ്യും. അതിനുശേഷം അവർ ഇതിലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് അപ്രൂവ് ആക്കി തരാം. അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് എത്ര പേരൊക്കെ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്